ഓണച്ചിത്രങ്ങൾ എല്ലാ വർഷവും ഓണച്ചിത്രങ്ങൾ ഭയങ്കര മത്സരമാണ്. കാരണം മലയാളികൾ എന്തായാലും ഒരു ഓണച്ചിത്രങ്ങൾ പോയി കാണും. ഇപ്പം ഒരു ചിത്രമല്ല, ഇപ്പം മിക്കവാറുള്ള ചിത്രങ്ങളെല്ലാം പോയി കാണും. നല്ല സിനിമകളാണോ നല്ല, ചിലപ്പോൾ മിക്കവാറുള്ള സിനിമകളൊക്കെ ഓണമല്ലേ അവധിയല്ലേ നമുക്ക് പോയി കാണാം. എന്തായാലും ഓണച്ചിത്രങ്ങളുടെ പോരാട്ടം മുറുകയാണ്. കാരണം ഓഗസ്റ്റ് 7-ാം തീയതി മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിച്ച തുടക്കത്തോടുകൂടി തുടങ്ങുകയാണ് ഈ പറഞ്ഞ പോലെ ഓണച്ചിത്രങ്ങൾ. തുടക്കത്തിലെ പാട്ടൊക്കെ നൈസായിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. നൈസ് പാട്ടാണ്, ചിത്ര പാടിയ പാട്ടൊക്കെ സൂപ്പർ ഹിറ്റ് പാട്ടാണ്. നല്ല രസമാണ്, നല്ല നൊസ്റ്റാൾജി തോന്നുന്ന കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടോണം. നല്ല രസമായിട്ടുള്ള പാട്ടാണ് ഇത്. ഓഗസ്റ്റ് 7-ാം തീയതി വരും. ഈ പറഞ്ഞൊരു ആക്ഷൻ മൂടുള്ള പടമാണ്. നല്ല രസമായിട്ടാണ് അതിൻ്റെ സിനിമാറ്റോഗ്രഫിയൊക്കെ. ചിലപ്പം കയറി കൊളുത്താനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ജൂഡാനിയാണ് സംവിധാനം കൊടുത്തതെന്നിൽ അതിശയമൊന്നുമില്ല. അടുത്തത് ഓഗസ്റ്റ് 20-ന് ഭയങ്കര കോമ്പറ്റീഷനാണ്. ഐ ആം ഗെയിമും ഖലീഫയാണ്. ഐ ആം ഗെയിം ദുൽഖറിന്റെ ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം മലയാളത്തിൽ വന്നിട്ടില്ല. മാത്രമല്ല കിങ് ഓഫ് കൂത്തയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ വേണ്ടിയുള്ളൊരു ഗെയിം തന്നെയാണ് ഐ ആം ഗെയിം. ഗംഭീര സിനിമയാക്കി ഒരുക്കാൻ നഹാസ് ആദ്യക്ഷന്റെ സംവിധായകനോട് ചേരുകയാണ്. ഈ പറഞ്ഞ പോലെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് എല്ലാം. അന്നേരം എല്ലാ രീതിയിലും ഒരു ഗംഭീര ആക്ഷൻ, ത്രില്ലർ, പാട്ട് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു മാസ് മസാല സാധനമായിരിക്കും ഐ ആം ഗെയിം. തൂക്കിയാൽ അത് പാൻ ഇന്ത്യൻ തൂക്ക് തന്നെ ആയിരിക്കും, അതിനകത്ത് സംശയവും വേണ്ട. ഇനി ഖലീഫ പൃഥ്വിരാജിന്റെ അതിൻ്റെ പാട്ടിറങ്ങിയപ്പോൾ നൈസ് പാട്ടാണ്, ഭയങ്കര പ്രൊമോഷൻ അതും കൊടുക്കുന്നുണ്ട്. ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ ഉള്ള പടമായിരിക്കും എന്നാണ് പറയുന്നത്. വൈശാഖൻ ആക്ഷൻ സീക്വൻസിന്റെ തമ്പുരാനാണ്. നല്ല ഗംഭീരമായിട്ട് ആക്ഷൻ സീക്വൻസ് മേക്കുകയും കണ്ടന്റ് ഗംഭീരമാണെങ്കിൽ ഖലീഫ ഒരു വലിയ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ വരാൻ ചാൻസ് ഉണ്ട്. കണ്ടന്റ് ഗംഭീരമാണ്, ആക്ഷൻ സീക്വൻസ് മാത്രമല്ല ഇപ്പം പോകുന്നത്. ഇതിനകത്ത് ഇമോഷണലായിട്ടുള്ള സംഭവങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. അന്നേരം ഖലീഫയും അന്ന് തന്നെ മത്സരത്തിലുണ്ട്. തൊട്ടടുത്ത ദിവസമാണ് ഓഗസ്റ്റ് 21. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പം ചെറിയ സിനിമകൾ കയറി അടിക്കുന്ന ലക്ഷണമുണ്ട്. അതിനകത്താണ് ബദ്രഹേം കുടുംബ യൂണിറ്റ്. ഗിരീഷ് ഷെഡിയുടെ സംവിധാനം, സൂപ്പർ ഹിറ്റ് സംവിധായകനാണ്. നിവിൻ പോളി, മമിത ബൈജുവും നായികമാരാകുന്ന പടം. നൈസായിട്ടൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഗംഭീര ചിത്രമാകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇതിനകത്ത് എല്ലാം ഗംഭീരമാണ്. ഇനി 26-ാം തീയതി ടോക്സിക്, ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ. യാഷ്, നമ്മുടെ KGF-ന്റെ അണ്ണൻ അഭിനയിക്കുന്ന പടം. നല്ല ഗംഭീര പാട്ടുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗംഭീര ആക്ഷൻ സീക്വൻസ് ഒക്കെ ആണെങ്കിൽ അതും കൊളുത്താൻ ചാൻസ് ഉണ്ട്. എല്ലാ സിനിമകളും വിജയിക്കട്ടെ. സിനിമ പ്രേമി എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എല്ലാ സിനിമകളും വിജയിക്കട്ടെ, നല്ല സിനിമകൾ ഓടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ഇതിനകത്ത് ഏതാണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.